ദൈവമക്കൾ ജാഗരൂകരായിരിക്കുക, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. നമ്മുടെ ആത്മമണവാളനായ കർത്താവ് ഏത് സമയത്തും വരും. ആ പ്രത്യാശയോട് വരവിൽ പോകാൻ ഒരുക്കമുള്ളവരായിരിക്കുക. ഇന്ന് നമ്മൾ 51 സങ്കീർത്തനം എടുത്തതിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഒരു അനുതാപ സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. നിങ്ങളുടെ അറ്റൻഷൻ അത്യാവശ്യമാണ്. സ്വത്രം പറഞ്ഞ് ജാഗരിച്ചും ആമേൻ പറഞ്ഞൊക്കെ ദൈവമക്കൾ ദൈവസന്നിധി ഇരിക്കുക. ആമേൻ. ശ്രദ്ധിച്ചാട്ട് 51 സങ്കീർത്തനം അനുതാപ സങ്കീർത്തനമാണ്. അനുതാപ സങ്കീർത്തനം 7 എണ്ണമാണ്. ഏതൊക്കെയാണെന്നറിയാവോ? അനുതാപ സങ്കീർത്തനം 7 എണ്ണം അറിയോ? അറിയില്ല. 6 സങ്കീർത്തനവും 32 സങ്കീർത്തനവും 38 സങ്കീർത്തനവും 51 സങ്കീർത്തനവും 102 സങ്കീർത്തനവും 130 സങ്കീർത്തനവും 143 സങ്കീർത്തനവും അനുതാപ സങ്കീർത്തനമാണ്. എപ്പോഴാണ് ദാവീദിന് അനുതാപം വന്നു വെച്ചാൽ ഈ 7 സങ്കീർത്തനവും ശരിക്കും ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. താൻ രോഗക്കിടക്കയിൽ കിടന്നപ്പോൾ, താൻ വിവിധമായ വിഷയത്തിലൂടെ മരണകരമായ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ അനുതപിച്ച് നിലവിളിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അനുതപ പ്രാർത്ഥനയ്ക്ക് ശേഷം എപ്പോഴൊക്കെ ദാവീദ് അനുതപിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ദൈവം ദാവീദിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ദൈവം ദാവീദിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഈ സങ്കീർത്തനം എടുക്കുമ്പോൾ ആദ്യമേ ഒരു ദൂത് നിങ്ങളോട് പറയാം. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അനുതാപം വന്നാൽ, ഒന്ന് കരയാനൊന്ന് മനസ്സ് വെച്ചാൽ ദൈവം നമുക്ക് വേണ്ടിയും ഇന്ന് പകൽ ഇറങ്ങി നിൽക്കും. നിങ്ങളുടെ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ചാട്ടെ, അവൻ അതിലേ നടന്നോട്ടെ. സ്തോത്രം. നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയി വിട്ടിട്ട് ഒന്ന് അനുതാപത്തോടെ ഒന്ന് നിലവിളിക്കാൻ മനസ്സ് വെച്ചാൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആ കരമൊന്ന് അടിച്ചൽപ്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത ദൈവമക്കൾ. എവിടെ കരയുന്നോ, എവിടെ പ്രാർത്ഥിക്കുന്നോ, എവിടെ കണ്ണുനീരൊഴുക്കുന്നോ, എവിടെ പ്രാർത്ഥിക്കാൻ മനസ്സ് വെക്കുന്നോ, അത് ഏറ്റുപറയാൻ മനസ്സ് വെക്കുന്നോ, അവിടെ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തൻ. അനുതാപത്തിന്റെ സങ്കീർത്തനം, ഒരു കരച്ചിൽ ദൈവസന്നിധിയിൽ വരട്ടെ. ദാവീദ് ഈ 51 സങ്കീർത്തനം എഴുതുന്നതിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്നറിയോ? ദാവീദ് പ്രധാനമായി 3 വലിയ പാപം ചെയ്തു. അത് ആദ്യം ചെയ്ത പാപം ജനത്തെ എണ്ണിയ പാപമാണ്. ഉന്നത പൊസിഷനിൽ ഇരുന്നപ്പോൾ, രാജിക പദവിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി ഇസ്രയേൽ വലിയ ജാതിയാണ്, ഒന്ന് ജനസംഖ്യ ഒന്ന് എടുക്കണം. അന്ന് മനസ്സിൽ ചിന്തിച്ചു, ദൈവഹിതമില്ലാതെ ജനത്തെ എണ്ണി. അപ്പോൾ അതൊരു പാപമാണ്, ഒരു വലിയ പാപമാണ്. അതിൻ്റെ ന്യായവിധി വെളിപ്പെട്ടു. അപ്പം അത് അങ്ങനെ ദാവീദ് ഒരു വലിയ പാപം ചെയ്തിട്ടുണ്ട്. പക്ഷെ രണ്ടാമത് ദാവീദ് ചെയ്ത വലിയ പാപം ബേർശേബയുമായിട്ടുള്ള പാപമാണ്. താൻ മട്ടുപ്ലാവിൽ കൂടി ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ബേർശേബയെ കണ്ണിൽ കാണുകയും ബേർശേബയുമായി പാപം ചെയ്യേണ്ട ഒരു സന്ദർഭം ദാവീദിന് വന്നു. അത് ആ പാപം നിമിത്തം ദാവീദ് ബേർശേബയുടെ ഭർത്താവിനെ കൊല്ലുന്നു, കൂട്ടുകെട്ടുണ്ടാക്കി കൊല്ലുന്നു. അങ്ങനെ വലിയ 3 പാപം. ഒരാളെ കൊല്ലുന്നു, ബേർശേബയുമായി വ്യഭിചരിക്കുന്നു, ജനത്തെ എണ്ണുന്നു. ഇങ്ങനെ 3 വലിയ പാപം ദാവീദ് ചെയ്തു. ദൈവമക്കളെ, ജീവിതത്തിൽ നിങ്ങൾ നടക്കുമ്പോൾ കുറവുകളും കുറ്റങ്ങളും ബലഹീനതകളും ജീവിതത്തിൽ കടന്നു വരാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. കുറവുകളും കുറ്റങ്ങളും ബലഹീനതകളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ, അനുതാപത്തോടെ മടങ്ങി വന്നാൽ ദൈവം നിങ്ങളെ പുതിയ ഹൃദയം തന്ന്, പുതിയ അഭിഷേകം തന്ന് ദൈവം നിങ്ങളെ നടത്താൻ ശക്തനായ ദൈവമാണ്. ഞാൻ ദാവീദിന്റെ അനുതാപം എങ്ങനെ വന്നെന്നറിയാവോ? ഒരു പ്രവാചകൻ ദാവീദിന്റെ അടുക്കൽ വന്നു. നാഥാൻ പ്രവാചകനാണ് ദാവീദിന്റെ അടുക്കൽ കടന്നു വരുന്നത്. ദാവീദ് വലിയ പാപമൊക്കെ ചെയ്തു. ആരും അറിഞ്ഞില്ല, ആരും കണ്ടില്ല. ആരും അറിഞ്ഞില്ല, ആരും കണ്ടില്ല. അപ്പം ദൈവം ഇത് കണ്ടു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ആരും അറിഞ്ഞില്ലെങ്കിലും ആരും കണ്ടില്ലെങ്കിലും ആര് കാണും? ദൈവം കാണും. സ്തോത്രം. ദൈവത്തിന്റെ കണ്ണിൽ ഒന്നും മറവല്ല. കയീൻ ഹാബേലിനെ അടിച്ചു കൊന്നു. ആരെങ്കിലും കണ്ടോ? അപ്പം കണ്ടില്ല, അമ്മ കണ്ടില്ല. അതുകൊണ്ട് ആരും ചോദിക്കത്തില്ലെന്ന് വിചാരിക്കരുത്. കൊന്നു കഴിഞ്ഞ് പോകുന്ന വഴിക്ക് പുറകിൽ നിന്നൊരു ശബ്ദം, കയീനെ നിന്റെ സഹോദരൻ എവിടെ? ആരും കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും അറിയുന്നവനാണ് എൻ്റെ ദൈവം. അറിയ മാത്രമല്ല, ചോദിക്കുന്നവനും കൂടെയാണ് എൻ്റെ ദൈവം. ഹാഗാർ വീട്ടിൽ നിന്ന് ഒളിച്ചോടി. ഒരു അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അബ്രഹാമിന്റെ വീട്ടിൽ അബ്രഹാം യജമാനൻ, യജമാനത്തി.
അബ്രഹാമിന്റെ ദാസിദാസന്മാർ, തൻ്റെ അഭ്യാസികൾ 318. എല്ലാം കൂടെ ചേർത്ത് കണക്കെടുത്ത് പഠിച്ചാൽ 1600 പേരുണ്ട് അബ്രഹാമിന്റെ വീട്ടിൽ. നമ്മുടെ വീട്ടിൽ 7, 8 ഞങ്ങളുടെ വീട്ടിൽ 7 പേരുണ്ട്. സ്വത്രം. ഒരാൾ പോയാൽ അന്നേരം പപ്പ, ആൻമോള ബിബിയെ പുറത്തിറങ്ങി അന്നേരം പപ്പ കണ്ടുപിടിക്കും മക്കൾ എവിടെയാണെന്ന്. കാരണം എപ്പോഴും പപ്പ പുറത്തിരിക്കുന്നതുകൊണ്ട് പിള്ളേർ എവിടെ നിന്ന് പോയാലും പപ്പയ്ക്കറിയാം. ഈ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഒരു ദാസി ഒളിച്ചോടുക. അപ്പം 1600 പേര് അബ്രഹാമിന്റെ വീട്ടിലുണ്ട്. ആരെങ്കിലും ഇറങ്ങി ആ സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ? പക്ഷേ ഈ 1600 പേരെ വെട്ടിച്ചിട്ട് ആര് പോയി? ഹാഗാറ് പോയി. ഹാഗാറ് പോയി ഒരു കിണറിന്റെ ചോട്ടിൽ പോയി ഇരിക്കുമ്പോൾ ദൈവം ചോദിച്ചു, ഹാഗാറെ നിനക്കെന്താ ഇവിടെ കാര്യം? അതിന്റെ അർത്ഥം മനുഷ്യനെ നിങ്ങൾക്ക് പറ്റിക്കാം, മനുഷ്യനെ കണ്ണു വെട്ടിക്കാം, പക്ഷേ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ള ദൈവത്തെ നിങ്ങൾക്ക് മറയ്ക്കാൻ കഴിയത്തില്ല. അവൻ കാണുന്നവനാണ്, അവൻ അറിയുന്നവനാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും മറയ്ക്കാൻ കഴിയില്ല. സ്വത്രം. ഹാഗാറിനോട് ചോദിച്ചു, നിനക്കെന്താ ഇവിടെ കാര്യം? അപ്പം ദൈവം കാണുന്നു, ദൈവം അറിയുന്നു. ഇതുപോലെ ദാവീദ് ചിന്തിച്ചു, ബേർശേബയുമായി പാപം ചെയ്തു, ആരും അറിഞ്ഞില്ല. ഊരിയാവിനെ ചതിച്ചു കൊന്നു, ആരും അറിഞ്ഞില്ല. അന്നേരം ഒരു നാദാം പ്രവാചകൻ വീട്ടിൽ വന്നു. പ്രവാചകൻ, യഹോവയായ ദൈവം തൻ്റെ പ്രവാചകന്മാർക്ക് ഒന്നും മറച്ചു വെക്കത്തില്ല. ആമോസ് പ്രവചനം 3:7 ദൈവം മറച്ചു വെക്കത്തില്ല, പ്രവാചകന്മാർക്ക് എല്ലാം വെളിപ്പെടുത്തി കൊടുക്കും. ഒന്ന് ആമേൻ പറഞ്ഞ ദൈവമക്കൾ. പ്രവാചകൻ വന്നിട്ട് ആദ്യം ഒരു കഥ പറഞ്ഞാൽ തുടങ്ങിയ കഥ ഇങ്ങനെയാണ്: ഒരു സമ്പന്നൻ, ഒരു ദരിദ്രൻ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഒരു സമ്പന്നൻ, ഒരു ദരിദ്രൻ. സമ്പന്നന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ആടുമാടുകളുണ്ട്, ദരിദ്രൻ ആകെ കൂടി ഒരാടേ ഉള്ളൂ. പക്ഷെ സമ്പന്നന്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു. വിരുന്നുകാരൻ വന്നപ്പോൾ സമ്പന്നന്റെ വീട്ടിൽ നിന്നും ആടുകളെ പിടിക്കാതെ അവൻ എന്ത് ചെയ്തു? ദരിദ്രന്റെ വീട്ടിലുള്ള ഒരാടിനെ പിടിച്ചോണ്ട് അതിനെ കൊന്നു, കശാപ്പ് ചെയ്തു, എന്നിട്ട് വിരുന്ന് കൊടുത്തു. അപ്പൊ ദാവീദിന് ഇത് കേട്ടപ്പോൾ രക്തം തിളച്ചു. ആരാ അത്? അങ്ങനെ ചെയ്തത് ആരാ? അപ്പം നാദാം പ്രവാചകൻ മുഖത്ത് നോക്കി പറഞ്ഞു, ആ മനുഷ്യൻ നീയാണ്. അതിന്റെ അർത്ഥം ദാവീദിന് ഇഷ്ടം പോലെ ദാസിദാസന്മാരുണ്ട്, പക്ഷെ ഊരിയാവിന് ആകെ ഒറ്റ ഒരാളേ ഉള്ളൂ, അതാണ് ബേർശേബ. ദാവീദ്, നിനക്ക് ഇഷ്ടം പോലെ ഭാര്യമാരും ദാസിദാസന്മാരും ഉണ്ട്, നീ അവരെല്ലാം ദൈവം നിനക്ക് തന്നതാ, പക്ഷെ ആകെ ഒരാളുണ്ടായിരുന്ന ആ ബേർശേബയെ, ഊരിയാവിനെ ചതിച്ചു കൊന്ന് ആ ബേർശേബയെ നീ സ്വന്തമാക്കി. അപ്പൊ ഈ മനുഷ്യൻ നീയാണെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പൊട്ടിക്കരഞ്ഞു. പ്രതികരിച്ചത് ഒരു അനുതാപം വന്നു, പൊട്ടിക്കരഞ്ഞു. അങ്ങനെ ആ കരച്ചിൽ ഒരു പാട്ടായി. ആ പാട്ടാണ് 51 സങ്കീർത്തനം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുതാപം ഒരു പ്രാർത്ഥനയായി തീരട്ടെ, അനുതാപം ഒരു പാട്ടായി തീരട്ടെ. അങ്ങനെ പാടുമ്പോൾ ദാവീദിന് നല്ല വരികളെ ദൈവം കൊടുത്തു. 51 സങ്കീർത്തനത്തിനുള്ളിൽ വലിയ ചിന്തകളുണ്ട് കേട്ടോ. ഒന്ന്, ഇതൊരു അനുതാപ പ്രാർത്ഥനയാണ്. 2, ഇതൊരു കരുണയുടെ പ്രാർത്ഥനയാണ്. 3, ഇതൊരു പുതിയ ഹൃദയം ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. 4, ഇതൊരു ശുദ്ധീകരണത്തിന്റെ പ്രാർത്ഥനയാണ്. നിങ്ങൾ ഈ സഭായോഗത്തിൽ ഇരിക്കുമ്പോൾ ഒരു കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, ഒരു പുതിയ ഹൃദയത്തിനായി പ്രാർത്ഥിക്ക്, ഒരു ശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്ക്. ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവമത്രേ. ഒരിക്കൽ കൂടി ആ കരമൊന്ന് തട്ടി ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത് ശക്തമായി ദൈവത്തെ സ്തുതിച്ച് അവൻ നിങ്ങളെ കഴുകട്ടെ. ഇതിന്റെ 4 വരികൾ മാത്രം ഒന്ന് പറയാം, എന്നിട്ട് ശുദ്ധീകരണത്തെ കുറിച്ച് വരാം. 1, എന്നെ അകർത്തി നീക്കി എന്നെ നന്നായി ഒന്ന് കഴുകണമേ. അപ്പം ആ പ്രാർത്ഥനയുടെ ഒന്നാമത്, എന്നെ ഒന്ന് കഴുകണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ, എങ്ങനെ പ്രാർത്ഥിക്കണം? എൻ്റെ അകർത്യം പോക്കി എന്നെ നന്നായി ഒന്ന് കഴുകണം. നമ്മുടെ ദൈവം കഴുകുന്ന ദൈവമാണ്. 2, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അർത്ഥാൽ ആ പ്രാർത്ഥനയ്ക്ക് കർത്താവിനോട് പറയാം, ദൈവമേ സൃഷ്ടിക്കണമേ. എന്ത് സൃഷ്ടിക്കണം? നിർമ്മലമായൊരു ഹൃദയം, കളങ്കമില്ലാത്ത, കാപട്യമില്ലാത്ത, പകയില്ലാത്ത, കുശുമ്പില്ലാത്ത ഒരു നിർമ്മല ഹൃദയം. പ്രാർത്ഥിക്കാവോ ദൈവമക്കൾക്ക്? അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒരു നിർമ്മല ഹൃദയത്തിനുടമയാക്കും. 3, എൻ്റെ ഉള്ളിൽ ഒരു പുതിയ ആത്മാവിനെ തരണമേ. അർത്ഥാൽ പുതുക്കണമേ. പഴയ അനുഭവമല്ല, പുതിയ ആത്മാവിനെ, നിർമ്മല ഹൃദയത്തിൻ്റെ അകത്ത് പുതിയ ആത്മാവിനെ തരണമേ, പുതുക്കണമേ. അടുത്തത്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തരണമേ. അർത്ഥാൽ എന്നെ ഉദ്ധരിക്കണമേ. ഞാൻ അതിന് 4 ഭാഗമാണ്. 1 കഴുകണം, 2 സൃഷ്ടിക്കണം, 3 പുതുക്കണം, 4 ഉദ്ധരിക്കണം. ഇത് 4 ഈ സങ്കീർത്തനം. ആമേൻ.
ഒന്ന് ആമേൻ പറഞ്ഞ്. അപ്പം നമുക്ക് ഈ 4 ഭാഗങ്ങളെ എല്ലാം എടുക്കാൻ പറ്റത്തില്ല, പക്ഷെ 1-2 ഭാഗമായിട്ട് ഞാൻ കൊണ്ടുവരാം. ഒന്നാമത്തെ ഭാഗം നമ്മൾ എടുക്കുന്നത് ശുദ്ധീകരണത്തെക്കുറിച്ചാണ്. നമുക്ക് ബൈബിളിലുള്ള 7 വിധ ശുദ്ധീകരണം പഠിപ്പിക്കുന്നുണ്ട്. 7 വിധ ശുദ്ധീകരണം. ശുദ്ധീകരണം ഒന്നാമത് നടക്കേണ്ടത് യേശുവിൻ്റെ പുണ്യാള രക്തത്താലാണ്, അല്ലേ? 1 യോഹന്നാൻ 1:7 എന്താ പറയുന്നത്? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. അപ്പം നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ ഒന്നാണ് യേശുവിൻ്റെ പുണ്യാള രക്തം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു പുണ്യാള രക്തം. ആമേൻ. നമ്മളെ വീണ്ടെടുത്ത രക്തം, നമ്മളെ വിടുവിച്ച രക്തം, യേശുവിന്റെ പുണ്യാള രക്തം. നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനാ വിഷയം എന്താണെന്നറിയാം? കർത്താവേ, എന്നെ ഒന്ന് കഴുകണം, യേശുവിന്റെ പുണ്യാള രക്തം കൊണ്ട് കഴുകണം. നിങ്ങളുടെ ഹൃദയത്തിലെ പാപങ്ങൾ എത്ര കഠിൻ ചുമപ്പാണെങ്കിലും അത് വെളുത്ത ഹിമം പോലെ കഴുകുന്നവനാണ് ദൈവം. സ്തോത്രം ചെയ്യാം. ദൈവം എങ്ങനെ കഴുകും? അവന്റെ പുണ്യാള രക്തം കൊണ്ട് കഴുകും. പക്ഷെ ദാവീദ് പ്രാർത്ഥിക്കുന്നത് എന്നാന്നറിയാമോ? ദാവീദ് പ്രാർത്ഥിക്കും, കർത്താവേ, ഈ സോപ്പ് തണ്ടുകൊണ്ട് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന. ഈ സോപ്പ് തണ്ടുകൊണ്ട് ശുദ്ധീകരിക്കണം. ഈ സോപ്പ് തണ്ടുകൊണ്ട് ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ശുദ്ധീകരണം അതിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുവാണ് ഈ സോപ്പ് തണ്ട്. ഈ സോപ്പ് തണ്ടിന്റെ പ്രത്യേകത 2 കാര്യത്തിന് ഉപയോഗിക്കുന്നത്. ഒന്ന്, കട്ടിലപ്പടിമേലും കുറുമ്പടിമേലും രക്തം പുരട്ടത്തില്ലേ, ആ രക്തം പുരട്ടാൻ ഉപയോഗിക്കുന്ന ചെടിത്തണ്ടാണ് ഈ സോപ്പ്. രണ്ടാമത്, ഈ സോപ്പ് തണ്ട് ഉപയോഗിക്കുന്നത് കുഷ്ഠരോഗികളുടെ ശുദ്ധീകരണത്തിനാണ്. കുഷ്ഠരോഗി പുരോഹിതന്റെ അടുക്കൽ വരുമ്പോൾ ഈ സോപ്പ് തണ്ട് രക്തത്തിൽ മുക്കി കുഷ്ഠരോഗിയുടെ മേത്ത് തളിക്കും, അവൻ ശുദ്ധിയുള്ളതായി തീരും. അങ്ങനെയായിരുന്നു 2 ശുദ്ധീകരണം. ഒന്ന്, സംഹാരദൂതനിൽ നിന്ന് വിടുവിടുതലെടുക്കാൻ ഈ സോപ്പ് തണ്ടുകൊണ്ട് രക്തം പുരട്ടും ഓരോ വീട്ടിലും. 2, പാപത്തിന്റെ കുഷ്ഠം അല്ലെങ്കിൽ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ സോപ്പ് തണ്ട്. ആമേൻ. എന്നാൽ ദാവീദ് ഇതറിയാം, പാപം പിടിച്ചിരിക്കുന്ന കുഷ്ഠത്തെക്കാൾ വലുതാണ്. ഈ പാപം പിടിക്കുന്ന ഹൃദയത്തിന്റെ അകത്താണ്. അതുകൊണ്ട് ദൈവമേ, ഈ സോപ്പ് തണ്ടുകൊണ്ട് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. നിർമ്മലമായൊരു ഹൃദയം എനിക്ക് വേണം. ഇന്ന് പകൽ ദൈവാത്മാവ് പറയാം, നമ്മൾ പഴയ നിയമ ഭക്തന്മാർക്ക് ഈ സോപ്പ് തണ്ടാണെങ്കിൽ പുതിയ നിയമ ദൈവമക്കൾക്ക് ഈ സോപ്പ് തണ്ടല്ല, അവന്റെ പുണ്യാള രക്തമാണ്. വാ തുറന്ന് രക്തം ജയം പറഞ്ഞ് അല്പനിമിഷം ഒന്ന് പ്രാർത്ഥിക്ക്. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഈ സോപ്പ് തണ്ടുകൊണ്ട് ശുദ്ധീകരിക്കുന്ന ദൈവം, നിർമ്മലമായ രക്തം കൊണ്ട് ശുദ്ധീകരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് ശുദ്ധീകരണം പ്രാപിപ്പാൻ 2ാമത്തെ തട്ടമാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പൊ വചനത്തിൽ ശുദ്ധി ഒഴിയിരിക്കണം. ഇപ്പം പറയുന്ന വചനമില്ലേ, ആ വചനത്തിൽ നിങ്ങൾ ശുദ്ധി പ്രാപിക്കണം. 1, രക്തത്തിൽ ശുദ്ധി പ്രാപിക്കണം. 2, ദൈവ വചനം നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. വചനം കണ്ണാടിയാ. ഞാൻ ഈ പ്രസംഗിക്കുന്ന എന്തിനു വേണ്ടിയാ? നിങ്ങൾ ശുദ്ധിയുള്ളവരാകാൻ വേണ്ടിയാ. വചനത്തിന് മുമ്പിൽ നിങ്ങളെ തന്നെ താഴ്ത്തി കുറവുകൾ ഏറ്റുപറഞ്ഞാൽ ഇപ്പോൾ സംസാരിക്കുന്ന വചനം നിങ്ങളെ ചെത്തി വെടിപ്പാക്കി വചനത്തിൽ നിങ്ങളെ ശുദ്ധിയുള്ളവരാക്കി തീർക്കും. സ്വത്രം. 3, എങ്ങനെ ശുദ്ധിയുള്ളവരാകാം? എബ്രായ ലേഖനം 12-ാം അധ്യായം നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണെങ്കിലും 5 തൊട്ട് വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, ചിലരെ ബാലശിക്ഷയിലൂടെ ദൈവം കടത്തിവിടും. ചില ശിക്ഷ നമ്മുടെ ഗുണത്തിനാണ്, ശുദ്ധീകരണത്തിനാണ്. ഒന്ന് വായിക്കാവോ? കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. വായിച്ചോ? എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ കഴിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അവൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗരേയന്മാരത്രേ.
മക്കളല്ല കവലയുടെയും. അപ്പൻ തല്ലും, അപ്പൻ അടിക്കും, അപ്പൻ ശിക്ഷിക്കും, അപ്പൻ എന്തൊക്കെ ചെയ്യാവോ ചെയ്യും, ബാലശിക്ഷയിലൂടെ കടത്തിവിടും. ഒറ്റ കാരണം, നിന്റെ ഗുണത്തിനാണ്, നിന്റെ ശുദ്ധിക്കാണ്. ഞാനത് പണ്ടത് വിശുദ്ധമായി നിങ്ങളോട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ഏതാ ഉള്ളത്? അങ്ങനെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ ആ മകൻ നന്നാകത്തില്ല. മകനെ വടിയോടുകൂടെ വളർത്താനാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്തിനാ മകനെ വടിയോടുകൂടെ വളർത്തുന്നത്? അവൻ നന്നാകാൻ വേണ്ടിയാ. നാം അവൻ്റെ മക്കളാണ്. ഒരു വാക്യം അതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മക്കളാണ്. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹമാണ് തന്നിരിക്കുന്നത്. വായിച്ചേ. ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. വായിച്ചോ. മൈക്കുന്നു. അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നമ്മൾ നിർമ്മലനാകണം. വായിച്ചാട്ടെ. അങ്ങനെ തന്നെയാകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശ ശ്രദ്ധിച്ചോണം. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. എങ്ങനെയാ നിർമ്മലീകരിക്കുന്നത്? തന്നെത്താൻ നിർമ്മലീകരിക്കണം. ആ പ്രത്യാശയുള്ളവൻ. ഏത് പ്രത്യാശ? ആമേൻ. ഏത് പ്രത്യാശ? നിത്യതയിൽ പോകുമെന്നുള്ള പ്രത്യാശ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ എത്ര വലിയ സ്നേഹമാ ദൈവം പകർന്നു തന്നിരിക്കുന്നത്. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ തന്നെത്താൻ നിർമ്മലീകരിക്കണം. അവന്റെ രക്തത്തിൽ കഴുകൽ പ്രാപിക്കണം. അവന്റെ വചനത്തിൽ ശുദ്ധീകരണം പ്രാപിക്കണം. സ്വോത്രം. പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരണത്തിന് ഒത്തിരി തലങ്ങളുണ്ട്. പക്ഷെ നമുക്കിതിനെല്ലാം അവസരങ്ങളുണ്ട്. ഇതിനെല്ലാം ചർച്ചിൽ അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങൾ പാഴാക്കരുത്. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ കഴുകൽ പ്രാപിക്കുക, ശുദ്ധീകരണം പ്രാപിക്കുക. ശുദ്ധീകരണത്തിന്റെ ആഴമേറിയ വചനങ്ങളാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് വേണം. ഈ സോപ്പ് തണ്ടുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം. ഒരു പുതുക്കത്തിന്റെ ആത്മാവിനെ എന്റെ മേൽ പകരണം. എല്ലാ കയ്പും മാറണം. സ്തോത്രം. അനുതാപ സങ്കീർത്തനം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ 51-ാം സങ്കീർത്തനത്തിൽ ഒരു പ്രധാന വിഷയം, ദൈവ ഹനനയാഗമോ വഴിപാടിലോ അല്ല പ്രസാദിക്കുന്നത്. ദൈവം തകർന്ന ഹൃദയത്തിലാണ് പ്രസാദിക്കുന്നത്. ദൈവസന്നിധിയിൽ ഒരു തകർന്ന ഹൃദയം നമുക്ക് വേണം. ഞാനൊരു 2-3 ചിന്ത അതും കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു തകർന്ന ഹൃദയം. തകർന്ന ഹൃദയം നമുക്ക് എപ്പോഴും വേണം. ഞാനെന്ന ഭാവം എല്ലാം മാറ്റിവെക്കണം. ചുങ്കക്കാരന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആമേൻ. പാപിയുടെ പ്രാർത്ഥനയും പരീശന്റെ പ്രാർത്ഥനയും വായിച്ച നിങ്ങൾ ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 10-ാം വാക്യം വായിച്ച്. തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ രൂപം പറഞ്ഞതെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യനെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. പരീശന്റെ പ്രാർത്ഥനയാണ്, ദൈവമേ പിടിച്ചുപറിക്കാർ ഞാൻ പിടിച്ചു പറിച്ചിട്ടില്ല. അവന്റെ പ്രാർത്ഥനയാ ദൈവസന്നിധിയിൽ. 2, ഞാൻ നീതി കെട്ടവനല്ല, വ്യഭിചാരം ഞാൻ ചെയ്തിട്ടില്ല. ശേഷം ചുങ്കക്കാരെ പോലെയോ എന്ന് പറഞ്ഞ, ചുങ്കക്കാരെന്ന് പറഞ്ഞ അന്നത്തെ കാലത്ത് ടാക്സ് പിരിക്കുന്നവൻ. അപ്പൊ അവനെ പോലെയോ അല്ല പരീശന്റെ പ്രാർത്ഥന. എന്തു കറക്റ്റ് പ്രാർത്ഥനയാണ്? പിടിച്ചു പറിച്ചിട്ടുണ്ടോ? ഇല്ല. നീതികെട്ട വഴി നടന്നിട്ടുണ്ടോ? ഇല്ല. മോശം വഴികളിൽ പോയിട്ടില്ല. ദൈവം ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുക. ദൈവത്തിന് അറിയത്തില്ലേ? പറയേണ്ട കാര്യമുണ്ടോ? എന്നിട്ടോ ആഴ്ചയിൽ 2 വട്ടം ഉപവാസം ഇരിക്കുന്നു. അപ്പൊ 2 വട്ടം ഫാസ്റ്റിങ് ആഴ്ചയില്. ഇവിടെ ചെയിൻ പ്രയറിന് നമ്മൾ എല്ലാ ആഴ്ചയിലും ഓരോ ദിവസവും ഓരോ ഫാമിലി വെച്ച് നമ്മൾ ക്രമീകരിച്ചേക്കുക നമ്മുടെ ചർച്ച്. സ്തോത്രം. ഇന്ന് നമ്മുടെ ജൂലി സിസ്റ്ററാണ് നമ്മുടെ ചർച്ചിന് വേണ്ടി ഫാസ്റ്റിംഗ് ഇരിക്കുന്നത്. ഓരോ ദിവസവും ഓരോരുത്തർ വെച്ച് ചർച്ചിന് വേണ്ടി ഫാസ്റ്റിംഗ് ആണ്. നമുക്ക് ഈ പട്ടണത്തിൽ വഴി തുറക്കാം.
സ്തോത്രം. എന്നാൽ പരീശൻ അങ്ങനെയല്ല. പരീശൻ നേടുന്നതിലൊക്കെയും ദശാംശം. 2, അവൻ ആഴ്ചയിൽ 2 ദിവസം ഉപവാസമാണ്. 7 ദിവസത്തിൽ 2 ദിവസം ഉപവാസമാണ്, ഫാസ്റ്റിംഗ്. ഇതെല്ലാം ദൈവത്തോട് പറയുമോ? സ്തോത്രം. പക്ഷെ ചുങ്കക്കാരൻ ഇതൊന്നും പറയാനില്ല. അവൻ എന്താ പ്രാർത്ഥിക്കുന്നത്? എന്ന് പറഞ്ഞ ദൈവസന്നിധി വരാൻ പോലും യോഗ്യനല്ല. ദൂരത്ത് നിന്നുകൊണ്ട് ഇതാണ് യഥാർത്ഥ അനുതാപം. ദൈവമേ, ഞാൻ പാപിയാണ്, എന്നോട് കരുണ ഉണ്ടാകും. ഒറ്റ പ്രാർത്ഥന. ബൈബിൾ താഴെ എഴുതിയേക്കുന്നതുണ്ടോ? അവൻ നീതീകരിക്കപ്പെട്ടു. അപ്പൊ മറ്റവൻ എന്ത് ചെയ്തിട്ടില്ല? മറ്റവൻ നീതീകരിക്കപ്പെട്ടിട്ടില്ല. പരീശൻ നീതീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ ആരാ നീതീകരിക്കപ്പെട്ടത്? ഹലോ, നമ്മുടെ കാഴ്ചപ്പാടിൽ പരീശനല്ലേ നീതീകരിക്കപ്പെട്ടെ? കാരണം അവൻ വ്യഭിചാരത്തിന് പോയിട്ടില്ല, പിടിച്ചു പറിക്കാൻ പോയിട്ടില്ല, അവൻ കള്ളത്തരത്തിന് നിന്നിട്ടില്ല, അവൻ ദശാംശം കൊടുക്കുന്നുണ്ട്, അവൻ ഉപവാസം ഇരിക്കുന്നുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിൽ പരീശനാ നീതീകരിക്കപ്പെട്ട്. പക്ഷെ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അവനല്ല. ദൈവമേ, ഞാൻ പാപിയാണെന്ന് പറഞ്ഞു ഒറ്റ കരച്ചിൽ. മറ്റവൻ ഇതെല്ലാം ചെയ്തിട്ടുള്ളവനാ ചുങ്കക്കാരൻ. ഒറ്റ കരച്ചിൽ, എന്നോട് കരുണ ഉണ്ടാകണം. ബൈബിൾ എഴുതി വെച്ചേക്കുക, ദൈവം അവന്റെ അനുതാപത്തെ കണ്ട് അവനെ നീതീകരിച്ചു. ഇന്ന് സഭയിൽ വന്ന ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ഒറ്റ കരച്ചിൽ നിനക്കുണ്ടെങ്കിൽ, ഒരു തുള്ളി കണ്ണുനീർ നിനക്ക് വീഴിക്കാൻ പറ്റിയ, നിന്നെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. രണ്ടാമത്തെ ഉദാഹരണം, നിങ്ങൾ പത്രോസിനെ കണ്ടിട്ടുണ്ടോ? എല്ലാത്തിനും എടുത്തു ചാടുന്ന സ്വഭാവമാണ് ആർക്കുള്ളത്? പത്രോസ്. പക്ഷേ ദൈവത്തോട് പറഞ്ഞു, ആര് തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയത്തില്ല. അതാ എടുത്തു ചാടും. ആരൊക്കെ മാറിപ്പോയാലും ഞാൻ മാറത്തില്ല. ഭയങ്കര തീഷ്ണതയുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ആദ്യം തള്ളി പറഞ്ഞു. കാല് കഴിയുന്ന സന്ദർഭം വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എൻ്റെ കാല് മാത്രം കഴിയാൻ പോരാ, എൻ്റെ മേല് മുഴുവൻ തല തൊട്ട് താഴെ വരെ എന്നെ കുളിപ്പിക്കണം എന്ന് പറഞ്ഞ ആളാണ് പത്രോസ്. ഭയങ്കര തീഷ്ണതയാണ്. പക്ഷേ ദൈവത്തെ 3 വട്ടം, കോഴി കൂവുന്നതിന് മുമ്പ് 3 വട്ടം ആര് തള്ളി പറഞ്ഞു? തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞവൻ തള്ളി പറയേണ്ട സാഹചര്യം വന്നു. അങ്ങനെ തള്ളി പറഞ്ഞപ്പോൾ ദൈവം ഒരു നോട്ടം, തിരിഞ്ഞൊരു നോട്ടം. ഇന്നും ദൈവം ചിലരെ നോക്കുന്നുണ്ട് കേട്ടോ. തെറ്റിപ്പോയവനെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. പത്രോസിന് ഒറ്റ നോട്ടം, ആ ഒറ്റ നോട്ടത്തിൽ അവൻ അനുതാപം വന്നു. അവൻ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അവൻ പുറത്തിറങ്ങി അനുതാപത്തോടെ കരഞ്ഞു. ശുശ്രൂഷ തന്ന് ഉപയോഗിക്കുന്ന ഒരു ദൈവം, തെറ്റുകൾ ഏറ്റുപറയുക, ദൈവം കരത്തിലെടുക്കുന്ന ദൈവമത്രേ. ഹൃദയം തകർന്നവർക്ക് ദൈവം വിടുവിക്കുന്നു. അടുത്തത്, ഹന്ന ആലയത്തിൽ വന്ന് ഹൃദയം തകർന്നു. അപമാനവും നിന്ദയും ഏറ്റവളാ, പക്ഷെ ആലയത്തിൽ വന്ന് കരഞ്ഞു. അവളുടെ മുഖം പിന്നെ വാടാൻ ദൈവം അനുവദിച്ചില്ല. ഹിസ്കിയാ രാജാവ് ഹൃദയം തകർന്ന ഒരു പ്രാർത്ഥന ദൈവസ്ഥിതിക്ക് മാറ്റം വരുത്തി. ബൈബിൾ വീക്ഷണത്തിൽ ആരൊക്കെ ഹൃദയം തകർന്നിട്ടുണ്ടോ അവരെല്ലാം ദൈവം കരത്തിലെടുത്തിട്ടുണ്ട്. ഇന്ന് പകൽ നിങ്ങളോട് ഞാൻ പറയാം, ദാവീദ് 51 സങ്കീർത്തനത്തിലെ മെയിൻ വാക്യം, ദൈവമേ, തകർന്ന ഹൃദയത്തെ നീ നിരസിക്കുകയില്ലല്ലോ. തകർന്ന ഹൃദയത്തെ നീ നിരസിക്കുകയില്ലല്ലോ. ആരോടൊക്കെ ആത്മാവ് പറയുന്നു, ഒരു തകർന്ന ഹൃദയമായിട്ടാണോ ദൈവസന്നിധി ഇരിക്കുന്നത്? തകർന്ന ഹൃദയത്തെ അവൻ നിരസിക്കത്തില്ല. തകർന്ന ഹൃദയത്തെ അവൻ നിരസിക്കുന്നില്ല. തകർന്നവന്റെ ഹൃദയത്തെ പുതിയ ആത്മാവിനെ പകർന്ന്, പുതിയ അഭിഷേകം പകർന്ന്, രക്ഷയുടെ സന്തോഷം മടക്കി തന്ന് ഉപയോഗിക്കുന്നവൻ അത്ര